ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ഞാൻ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ വെളിപാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം തുടങ്ങുകയാണ്. അത് നമ്മൾ 2 രീതിയിലാണ് അത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. യൂട്യൂബിൽ അത് ഉണ്ടാവും. ഒരു 4 ദിവസത്തെ ഇടവേളയിലായിരിക്കും അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി ഒരു എപ്പിസോഡ് വരും. അത് കഴിഞ്ഞാൽ പിന്നീട് ജനുവരി മാസം 4-ാം തീയതി. ജനുവരി 1 ഒരു വ്യാഴമാണ്. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കൾ, പിന്നെ അടുത്ത വ്യാഴം, പിന്നെ അടുത്ത തിങ്കൾ, അങ്ങനെയായിരിക്കും ആ എപ്പിസോഡുകൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. എന്നാൽ നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ടൊരു പഠനത്തിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് എൻകൗണ്ടർ ബൈബിൾ എന്ന ആപ്ലിക്കേഷൻ. എൻകൗണ്ടർ ബൈബിൾ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലും, നിങ്ങളുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലോ, നിങ്ങൾ ഐഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എൻകൗണ്ടർ ബൈബിൾ എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വെച്ച് അതിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി അതിലേക്ക് കയറാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് കയറുന്ന പേജിൽ തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നീട് ബൈബിൾ സ്റ്റഡികൾ, മുൻകാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ബൈബിൾ സ്റ്റഡികളൊക്കെ അതിൽ ലഭ്യമാകും. ബൈബിൾ അതിൽ നിന്ന് വായിക്കാൻ കഴിയും. നിങ്ങൾക്കതിൽ നോട്ടുകൾ എഴുതാൻ പറ്റും. 28-ാം തീയതി ആകുമ്പോഴേക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 28-ന് ഈ എൻകൗണ്ടർ ബൈബിളിന് ഒരു പുതിയ അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ഡെവലപ്മെൻറ്റുകളിലേക്ക് ഈ അപ്ഡേഷൻ വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബൈബിൾ കൂടുതൽ വ്യക്തതയോടെ പഠിക്കാൻ നിങ്ങളെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. യൂട്യൂബിൽ കാണുമ്പോൾ ഉള്ള ചില പോരായ്മകളുണ്ട്. അത് ഞാൻ പറയാം. ഒന്നാമത്തെ പോരായ്മ, നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം എപ്പിഫനി 25 ദിവസമുണ്ട്. നിങ്ങളൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് 3-4 ദിവസം വിട്ടുപോയി. ഇനി നിങ്ങൾ 6-ാമത്തെ ദിവസത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് അത് 6-ാമത്തെ ദിവസം, ചിലപ്പോൾ അത് നിങ്ങൾ എത്രാമത്തെ ദിവസമാണെന്ന് മറന്നുപോയി. അപ്പോൾ അതാകെ ആശയക്കുഴപ്പമാവും. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചാലുള്ള ഗുണം, നിങ്ങൾ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. നിങ്ങൾ ആപ്ലിക്കേഷൻ തുറന്ന്, നിങ്ങൾ ഉദാഹരണത്തിന് എപ്പിഫനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ എപ്പിഫനിയിലേക്ക് കയറുമ്പോൾ എവിടെയാണോ നിങ്ങൾ അവസാനം കൊണ്ട് നിർത്തിയത്, എവിടം വരെയാണ് കേട്ടത്, അവിടുന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മാത്രമല്ല, അവിടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം തന്നെ ബൈബിളും വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ തന്നെ ബൈബിൾ വാക്യങ്ങൾ പറയുന്നതൊക്കെ വായിക്കാനും ശ്രദ്ധിക്കാനും പറ്റും. മൂന്നാമത്തേത്, നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആ ഓഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു നോട്ട് അവിടെ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു, അതൊന്ന് എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും എന്നുള്ളതാണ് ഈ സ്റ്റഡി ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമുക്കറിയില്ല, നാളെ ഒരു കാലത്ത് യൂട്യൂബ് ചിലപ്പോൾ അതിൻ്റെ പോളിസികൾ മാറ്റിയാൽ, ചിലപ്പോൾ നമുക്ക് ഇത്തരം സാധ്യതകൾ ഇല്ലാതായാലും നമ്മുടെ ഓൺ കണ്ടന്റ് എല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാവും. 28-ാം തീയതി ഈ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പുതിയ UI, അതിൻ്റെ പുതിയ രൂപം അതിലേക്ക് എത്തുന്നത്. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കുറെ കൂടി നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, വിശദമായ ഉത്തരങ്ങൾ ഓരോ വാക്യത്തെക്കുറിച്ചുമുള്ളതെല്ലാം ആ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഗോസ്പൽ ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഈ ആപ്ലിക്കേഷൻ വഴി ബൈബിൾ പഠിച്ചാൽ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉൽപ്പത്തി മുതൽ പഠിപ്പിച്ച ആ ബൈബിൾ പഠനങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക.